ട്രിപ്പ് പോകണമെന്ന് എല്ലാ മനുഷ്യർക്കും ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ പൈസ ഉണ്ടായിട്ടും പോകാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അത് പോകാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ല, എങ്ങനെ പോകണമെന്ന് അറിയാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ കുറച്ച് പേരൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് അറിയുന്നവരുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനൊരു കോണ്ടൻറ്റിൽ എനിക്ക് വീഡിയോ ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോഴാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ പേര് അഫ്സൽ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വലിച്ചിട്ടാണ്ട് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തേത് പൈസ എങ്ങനെ സേവ് ചെയ്ത് വെച്ച് പോകാം എന്നുള്ളതാണ്. പലർക്കും അറിയില്ല ഇതെങ്ങനെ സേവ് ചെയ്ത് വെച്ച് എങ്ങനെ ചിലവഴിക്കേണ്ടി വരുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. സംഭവം അത്ര ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു മാസത്തെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു സാലറി ഉണ്ടാവും. നിങ്ങൾക്ക് ആ സാലറി കൊണ്ട് ട്രിപ്പ് പോകാൻ പറ്റും. ഇനി അത് പറ്റിയില്ലെങ്കിൽ ഒരു 3-5 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് പോവാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിലൊരിക്കലും ട്രിപ്പ് പോകാൻ പറ്റും. ഡെയിലി ഒരു 100 രൂപ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വർഷമാകുമ്പോൾ 36,500 രൂപ മൊത്തത്തിലാവും. അങ്ങനെ ഒരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പ് വരെ നടത്താം. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം ഇത്രയാണല്ലോ, സിമ്പിൾ കാര്യമാണത്. അപ്പോൾ പൈസ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സേവ് ചെയ്യാം. നിങ്ങളുടെ ഐഡിയ വരായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൈസ സേവ് ചെയ്ത് വെക്കാം. അടുത്തത് എങ്ങനെ ട്രിപ്പ് പോകാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റും, ഫ്രണ്ട്സായിട്ട് പോകാൻ പറ്റും, സോളോ ട്രിപ്പ് പോകാം. അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോകാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, അതെങ്ങനെ വേണമെങ്കിൽ പോകാമെന്നുള്ളത്. ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും പോണത് സ്വന്തമായിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റെൻറ്റിന് വണ്ടി എടുത്തിട്ടോ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകും. കൂടുതൽ ഫാമിലീസ് പോവുക ഏതെങ്കിലും ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാനൊക്കെ ആയിരിക്കും കൂടുതൽ അവർ പോകാൻ ശ്രമിക്കാറ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒട്ടുമിക്കത് അങ്ങനെ പോകുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നുള്ളത് ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് തന്നെ ഒന്ന് വൺ ഡേ ട്രിപ്പാണ്. അതൊരു പുലർച്ച രാവിലെയൊക്കെ ഇറങ്ങിയിട്ട് ഒരു രാത്രി ആകുമ്പോൾ എത്തണ ഒരു സെറ്റപ്പിൽ പോകുന്ന ഒരു വൺ ഡേ ട്രിപ്പ് ആയിരിക്കും കൂടുതൽ എല്ലാവരും സെലക്ട് ചെയ്യുക. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം ജോലിക്ക് കയറേണ്ടൊക്കെ ആവശ്യം വരാണെങ്കിൽ എങ്ങനെ പോലും വൺ ഡേ ട്രിപ്പ് കൂടുതൽ ആൾക്കാരും സെലക്ട് ചെയ്യുള്ളൂ. അതല്ല എന്തെങ്കിലും പ്രത്യേക ദിവസമൊക്കെ വരുമ്പോൾ 3-4 ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേയും പിന്നെ സ്ഥലം വിസിറ്റ് ചെയ്യലൊക്കെ എല്ലാം കൂടി ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ കൂടുതൽ അങ്ങനെ തന്നെയാണ്. പിന്നെയുള്ളത് സോളോ ട്രിപ്പാണ്, അതായത് ഒറ്റയ്ക്ക് പോകല്. അത് കൂടുതലും നമ്മളെ മൈൻഡിൽ തന്നെ ഇരിക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതാണ്. എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് നമ്മളെ മൈൻഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റും നമ്മൾ ആദ്യമേ മനസ്സിൽ കണക്കൂട്ടി വെക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ലൊക്കേഷൻ പ്ലാനാണ്. എവിടെ പോകണം എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റേയുടെ കാര്യം മാത്രമല്ല, ഫുഡ്, വണ്ടിയിൽ പോകണമെങ്കിൽ അതിൻ്റെ പെട്രോൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റും കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ആദ്യം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ബഡ്ജറ്റ് ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നവുമില്ല. കാരണം എവിടെ പോയാലും ബഡ്ജറ്റ് അതിനനുസരിച്ചുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാനുള്ള സെറ്റപ്പാണ്. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ബഡ്ജറ്റ് അനുസരിച്ചുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് വൺ ഡേ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേര് സ്റ്റേ അങ്ങനെ എടുക്കില്ലല്ലോ, കൂടുതലും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഫുഡ്, ഈ പറഞ്ഞ പോലെ വണ്ടി പോകണതൊക്കെ അതിൻ്റെയൊക്കെ പൈസ തന്നെ കൂടുതലും വരുള്ളൂ. അത് നമ്മൾ ചിലവഴിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് പൈസ സേവ് വേണ്ടി വരാം. ഫാമിലിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകാനുള്ള സെറ്റപ്പൊക്കെ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് ഒരു ബഡ്ജറ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് മനസ്സിൽ ഒരു കണക്ക് കൂട്ടിയിട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഫാമിലിയുടെ കൂടെ ആകുമ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ടി വരില്ല. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ പ്രശ്നമില്ല. ബഡ്ജറ്റ് പിന്നേലും കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളൂ, ആ ഒരു പ്രശ്നമില്ല. പക്ഷേ സോളോ ട്രിപ്പ് പോകുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവണം. നമ്മൾ ഒറ്റക്കാണ്, വേറെ ആരും ഉണ്ടാവില്ല ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ കരുതി വെക്കണം. എപ്പോൾ ട്രിപ്പ് പോകുമ്പോഴും അതിനനുസരിച്ചുള്ള പൈസ അല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും കൂടി കരുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. കൂടുതലും ഫാമിലി ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ റിസോർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് സ്റ്റേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് 3-4 ദിവസത്തെ ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരും. ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ചെറിയൊരു എമൗണ്ട് കുറേയൊക്കെ ചെയ്യും. അപ്പോൾ ഒരാൾക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ വരുള്ളൂ. പക്ഷേ മെയിനായിട്ട് സോളോ ട്രിപ്പ് പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവില്ല, ബഡ്ജറ്റൊക്കെ ചിലവായി പോവുക. അപ്പോൾ നമ്മൾ എന്തായാലും അതിലൊരു ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ ഏത് ലൊക്കേഷനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ ഒക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാന്ന് വെച്ചാൽ അങ്ങനെ കുഴപ്പമില്ല. അതല്ലാതെ ഇപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ട്രിപ്പ് പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പോകുമ്പോൾ ഒറ്റക്കാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെ പോയാലും
നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഒറ്റയ്ക്ക് പോകുമ്പോഴേ കൂടുതലും പറ്റുള്ളൂ. പക്ഷേ ഇതേപോലെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഒരു അനുഭവം കിട്ടും. കാരണം എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. നമ്മൾ ഒരു ദിവസം അവർ കൂടെ അങ്ങ് ചിലവഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് എങ്ങോട്ട് വേണമെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈബും ഉണ്ടാവും. അത് ഒരു ദിവസത്തെ മാത്രമല്ല പറഞ്ഞത്, നിങ്ങൾ എപ്പോൾ പോവുകയാണെങ്കിലും അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ട് അത് ആസ്വദിച്ച് അവർ കൂടെ ചിരിച്ച് കളിച്ചൊക്കെ നടന്നിങ്ങനെ പോവുള്ളൂ. അതിൻ്റെ ആ ഒരു വൈബിൽ അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും പറ്റും. അതിനനുസരിച്ച് നമ്മൾ അനുഭവങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാത്ത സ്ഥലത്താണ് നമ്മൾ കൂടുതൽ പോണത്. അപ്പം നമുക്ക് അറിയാത്ത ആൾക്കാരോടായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ഒരു ആവശ്യം വരും. അപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അവരിൽ നിന്ന് കിട്ടും. അവർ നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ പറയാം, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നതും ഉണ്ട്. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സോളോ ട്രിപ്പ് നടത്തുന്നവർ പല ടൈപ്പിലാണ്. ചിലവർ നടന്ന് ട്രാവൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇതേപോലെ തന്നെ ട്രെയിനിൽ ബസ്സിലൊക്കെ പോകുന്നവരുണ്ട്, കാറിൽ പോകുന്നവരുണ്ട്, പിന്നുള്ളത് ബൈക്കിൽ പോകുന്ന ഒരുപാട് ആൾക്കാരാണ്. അങ്ങനെയുള്ളവരൊക്കെ കൂടുതലും ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ലോകം ചുറ്റിയവരുണ്ട്, ഇന്ത്യ മൊത്തം കറങ്ങുന്നവരുണ്ട്. പക്ഷേ എവിടെയൊക്കെ പോയാലും ഒരുപാട് അനുഭവങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല ടൈപ്പ് കൾച്ചറാണല്ലോ. ഇപ്പോൾ ഓരോ ജില്ലയ്ക്ക് ഓരോ ടൈപ്പ് കൾച്ചറുകളുണ്ടാവും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടേതായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊരു അനുഭവമായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോളോ ട്രിപ്പ് പോയി കഴിഞ്ഞാലുള്ള ഏറ്റവും കൂടുതൽ ഉപകാരം അതാണ്, നമുക്ക് അനുഭവങ്ങൾ പഠിച്ചെടുക്കാം. അപ്പോൾ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അധികം വൈകാതെ നിങ്ങളുടെ പൈസ ഒക്കെ ഉള്ള പോലെ സേവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോവുക. നിങ്ങൾ നാട് മൊത്തം കറങ്ങണമെന്നോ അല്ലെങ്കിൽ നാട് വിട്ട് പോയി കറങ്ങണമെന്നൊന്നല്ല. നിങ്ങൾ അപ്പുറത്തെ ജില്ലയ്ക്ക് പോകാനാണെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരാം. ഒരു 1 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ എന്തായാലും അപ്പുറത്തെ ജില്ലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1000 രൂപ കയ്യുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കും ഒറ്റക്കാണെങ്കിൽ. കാരണം വണ്ടി പോകണേ വണ്ടിയുടെ പൈസ, പെട്രോൾ അടിക്കാനേ പെട്രോളിൻ്റെ പൈസ, പിന്നെ ഫുഡ് കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ ഒരു ദിവസം ലാവിഷായിട്ട് പോയിട്ട് വരാനൊക്കെ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വലിയ സംഭവം ഒന്നല്ല. സിമ്പിളായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രിപ്പൊക്കെ പോകാൻ നോക്കുക. ആകെപ്പാടെ ഒരു ലൈഫൊക്കെ ഉള്ളൂ. അതിനിടയ്ക്ക് കുറേ ജോലി ചെയ്ത് വീട്ടുകാർ പൈസ ഒക്കെ കൊടുത്ത് പിന്നെയും ജോലിക്ക് പോയി അങ്ങനത്തെ ഒരു വൈബിൽ പോവാതെ ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പൊക്കെ പോവുക. അതൊക്കെയാണ് ലൈഫിലൊരു സന്തോഷം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേ അനുഭവങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ളവരോട് ബിഹേവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പൊക്കെ പോവുക, എല്ലാം സെറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് ചെറിയൊരു സംഭവം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുൾ വീഡിയോ ഒക്കെ ചെയ്യണത്. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഫുൾ വീഡിയോ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള വല്ല ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാം. ഇതല്ലാതെ ഇതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ചെറിയ സമയം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മേടിച്ച് കിട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.